Hello friends, welcome to our channel. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് സബ്ജക്റ്റിലെ മൊഡ്യൂൾ 6 വരുന്ന ഇമ്പോർട്ടൻ്റ് ആയുള്ള ടോപ്പിക്കാണ് പോളിഗണൽ അപ്രോക്സിമേഷൻസ് യൂസിങ് മിനിമം പെരിമീറ്റർ പോളിഗൺസ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുൻപായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഒരു ഒബ്ജക്റ്റിന് ബൗണ്ടറി ഉണ്ട്. ആ ഒരു ഒബ്ജക്റ്റ് ബൗണ്ടറി എങ്ങനെയാണ് ഡിജിറ്റൽ ബൗണ്ടറി ആയിട്ട് മാറുന്നത്? അതായത് ഗ്രിഡിലേക്ക് എൻക്ലോസ് ചെയ്യുമ്പോൾ അല്ലേ? അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പോളിഗൺ യൂസ് ചെയ്തിട്ട് ഡിജിറ്റൽ ബൗണ്ടറിനെ എന്ത് ചെയ്യാൻ പറ്റും? അപ്രോക്സിമേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എ ഡിജിറ്റൽ ബൗണ്ടറി ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് വിത്ത് ആർബിട്രറി ബൈ എൻ പോളിഗൺ. ഫോർ എൻ ക്ലോസ് ബൗണ്ടറി ദി അപ്രോക്സിമേഷൻ ബിക്കം എക്സാക്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് പോളിഗൺ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുക? അവിടെ സെഗ്മെന്റ്സ് ഉണ്ടായിരിക്കും, നമ്പർ ഓഫ് സെഗ്മെന്റ്സ് ഉണ്ടായിരിക്കും. ആ നമ്പർ ഓഫ് സെഗ്മെന്റ്സ് എന്ന് പറയുന്നത് equal to the number of points in the boundary, so that each pair of adjacent points define a segment of the polygon. അതിന്റെ ഫിഗർ വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ പോളിഗണൽ അപ്രോക്സിമേഷന്റെ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ തന്നിട്ടുള്ള ആ ഒരു ഒബ്ജക്റ്റിന്റെ ബൗണ്ടറി ഉണ്ടല്ലോ, അതിന്റെ ശരിക്കുള്ള ഷേപ്പ് തന്നെ കിട്ടണം. എങ്ങനെ? അതായത് fewest possible number of segments യൂസ് ചെയ്തിട്ട്. The goal of the polygonal approximation is to capture the essence of the shape in a given boundary using the fewest possible number of segments. Minimum perimeter polygon. അതാണ് നമുക്ക് നോക്കേണ്ടത്. The idea is to enclose a boundary by a set of concatenating cells. നേരത്തെ പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് ബൗണ്ടറി, ആ ഒരു ബൗണ്ടറി ഡിജിറ്റൽ ബൗണ്ടറി ആയിട്ട് മാറുന്നത് എങ്ങനെയാണ്? അതായത് ഗ്രിഡിലേക്ക് എൻക്ലോസ് ചെയ്യുമ്പോഴാണ് അല്ലേ? ഒരു ഗ്രിഡ് എന്ന് പറയുമ്പോൾ എന്താ? അവിടെ സെൽസ് വരുന്നുണ്ട് അല്ലെ? സെറ്റ് ഓഫ് സെൽസ് വരുന്നുണ്ട്. ഈ സെറ്റ് ഓഫ് സെൽസ് ഉപയോഗിച്ചിട്ടാണ് ഈ ബൗണ്ടറി എൻക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു റബ്ബർ ബാൻഡ് കേസ് നമ്മൾ ആലോചിക്കുക. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അതായത് ഷ്രിങ്ക് ചെയ്യാനൊക്കെ പറ്റും. ദി ബൗണ്ടറി ഈസ് അലൗഡ് ടു ഷ്രിങ്ക് ബട്ട് ഇറ്റ് ഈസ് കൺസ്ട്രെയിൻഡ് ബൈ, ഈ ഒരു ബൗണ്ടറിയിൽ ഇന്നർ വാളും അതുപോലെ തന്നെ ഔട്ടർ വാളും വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഫിഗർ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം കേട്ടോ, കുറച്ചും കൂടി ഈസി ആവും. The boundary is allowed to shrink, but it is constrained by the inner and outer walls of the boundary region defined by the cells. Ultimately, the shape shrinking provides the minimum perimeter polygon. The vertices of the MPP coincide with the corners of the inner or the outer wall. The size of the cell in the determine ചെയ്യുന്നത് accuracy-നെയാണ് determine ചെയ്യുന്നത്. The objective is to use the largest possible cell size acceptable in a given application. Okay, അപ്പോൾ അതിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു എക്സാമ്പിൾ പറയുന്നത്. ഒരു ഒബ്ജക്റ്റ് ബൗണ്ടറി, ഓക്കെ, ബൈനറി ഇമേജ്. ഇവിടെ ആ ഒരു ബൗണ്ടറി ആണ് ബ്ലാക്ക് കർവ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ഫിഗർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അതായത് ബൗണ്ടറി എൻക്ലോസ്ഡ് ബൈ സെൽസ്, അതാണ് ഗ്രേ ഷെയ്ഡിൽ കാണിച്ചിരിക്കുന്നത്. ആ സെല്ലുകൾ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇവിടെ എന്താ ചെയ്യേണ്ടത്? അതായത് ഈ ഒരു ബൗണ്ടറി എന്ത് ചെയ്യുന്നു? ഷ്രിങ്ക് ചെയ്യുന്നു. ഷ്രിങ്ക് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? മിനിമം പെരിമീറ്റർ പോളിഗൺ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, മിനിമം പെരിമീറ്റർ പോളിഗൺ ഒബ്റ്റെയിൻ ബൈ അലോയിങ് ദി ബൗണ്ടറി ടു ഷ്രിങ്ക്. അപ്പോ ഈ ഒരു പോളിഗണിന്റെ വെർട്ടിസസ് എങ്ങനെയാ ക്രിയേറ്റ് ആവുന്നത്? അതായത് ഈ ഒരു ബൗണ്ടറിയിൽ ഇന്നർ വാളും ഉണ്ട്, അതുപോലെ തന്നെ ഔട്ടർ വാളും ഉണ്ട് അല്ലെ? അപ്പൊ അതിന്റെ കോർണേഴ്സ് ആണ് ശരിക്കും പറഞ്ഞ ഇവിടെ പോളിഗണിന്റെ വെർട്ടിസസ് ആയിട്ട് മാറുന്നത്. ദി വെർട്ടിസസ് ഓഫ് ദി പോളിഗൺ ആർ ക്രിയേറ്റഡ് ബൈ ദി കോർണേഴ്സ് ഓഫ് ദി ഇന്നർ ആൻഡ് ഔട്ടർ വാൾസ് ഓഫ് ദി ഗ്രേ റീജിയൻ. ഓക്കെ, അപ്പോൾ പറഞ്ഞല്ലോ ഈ ഒരു അപ്രോക്സിമേഷൻ മെത്തേഡിന്റെ ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ എന്താ? ദി ഗോൾ ഈസ് ടു റെപ്രസെന്റ് ദി ഷേപ്പ് ഇൻ എ ഗിവൺ ബൗണ്ടറി യൂസിങ് ദി ഫ്യൂവസ്റ്റ് പോസിബിൾ നമ്പർ ഓഫ് സീക്വൻസസ്, അതായത് ആ സെഗ്മെന്റ്സ്. ഓക്കെ, അപ്പോൾ നേരത്തെ ഫിഗറിൽ നമ്മൾ പറഞ്ഞു, അതായത് പോളിഗണിന്റെ വെർട്ടിസസ് എന്ന് പറയുന്നത് ഗ്രിഡിന്റെ ഇന്നർ ആൻഡ് ഔട്ടർ വാൾ കോർണേഴ്സ് ആണ് വരുന്നതെന്ന് പറഞ്ഞു. ശരിക്കും ആ കോർണേഴ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ വെർട്ടിസസ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്, എങ്ങനെയാണ് അതിന്റെ ആ വെർട്ടിസസ് വരുന്നത് എന്നുള്ളത്, ആ ഒരു ഷേപ്പ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫിഗർ എയിൽ കൊടുത്തിരിക്കുന്നത് റീജിയൻ റിസൾട്ടിങ് ഫ്രം എൻക്ലോസിങ് ദി ഒറിജിനൽ ബൗണ്ടറി ബൈ സെൽസ്, അതാണ് ഡാർക്ക് ഗ്രേ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ഫിഗറിൽ ഇന്നർ വാൾ ഒരു ലൈറ്റ് ഗ്രേ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അത് ഡാർക്ക് ഗ്രേ ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതാണ് ഫിഗർ എ. ഫിഗർ ബി എന്ന് പറഞ്ഞാൽ അതായത് ഈ ഒരു ബൗണ്ടറിനെ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ ട്രാവേഴ്സ് ചെയ്യാണ്. അപ്പോൾ ട്രാവേഴ്സ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? അതായത് കോൺവെക്സ് കോൺകേവിനെ എൻകൗണ്ടർ ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കൗണ്ടർ ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ ട്രാവേഴ്സ് ചെയ്യുന്നത്. ഓക്കെ,
traverse the four connected boundary of the circumscribed shape. അപ്പോൾ ഇവിടെ കോൺവെക്സ് കോൺകേവ് ആണ് രണ്ടാമത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അതിൽ കോൺവെക്സ് ആണ് വൈറ്റ് ഡോട്ട് ആയിട്ടും കോൺകേവ് വേർട്ടിസസ് ആണ് ബ്ലാക്ക് ഡോട്ട് ആയിട്ടും കൊടുത്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി മൂന്നാമത്തെ ഫിഗർ എന്താ സംഭവിക്കാന്ന് വെച്ചാല് കോൺകേവ് കോൺകേവ് വേർട്ടിസസിന് ഔട്ടർ ബൗണ്ടറി അതായത് ഔട്ടർ വാളില് ഒരു മിറർ ഉണ്ട്. ഓക്കെ, concave vertices displaced to their diagonal mirror location in the outer wall of the bounding region. കണ്ടോ ഷേപ്പ് നോക്കിയേ, ആ പോയിന്റ് കോൺകേവിന്റെ ആ പോയിന്റ് കണ്ടോ മാറിയത് കണ്ടോ, അതായത് അതിന്റെ ഔട്ടർ അല്ലെ ആ ബൗണ്ടറിയുടെ ഔട്ടർ വാളിലേക്ക് ഡിസ്പ്ലേസ് ചെയ്തു. ഓക്കെ, പക്ഷെ കോൺവെക്സ് വേർട്ടിസസിന് യാതൊരു ചേഞ്ചും സംഭവിച്ചില്ല. ഓക്കെ, ഇപ്പൊ എങ്ങനെയാണ് ആ ഒരു പോളിഗൺ അല്ലെ മിനിമം പെരിമീറ്റർ പോളിഗൺ എങ്ങനെയാണ് ഫോം ചെയ്യുന്നുള്ള കാര്യം മനസ്സിലായല്ലോ. അതിന്റെ വേർട്ടിസസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ഒരു ബൗണ്ടറി അതായത് ആ ബൗണ്ടറി എൻക്ലോസ് ചെയ്തിട്ടുള്ള ഗ്രിഡിന്റെ ഇന്നർ ആൻഡ് ഔട്ടർ വാളിലാണ് ശരിക്കും പറഞ്ഞ വരുന്നത്. ഓക്കെ, സോ the shape of the object enclosed by the inner wall of the light gray cells is shown in dark gray. Traversing the boundary clockwise direction പറഞ്ഞല്ലോ, encounters convex white dot or concave black dot vertices. So നമുക്ക് എന്ത് പറയാം, the vertices of the MPP coincide either with convex vertices in the inner wall or with the mirrors of the concave vertices in the outer wall. അതിൽ കോൺവെക്സിന് യാതൊരു മാറ്റം സംഭവിക്കുന്നില്ല, കോൺകേവിനാണ് ആ ചേഞ്ച് സംഭവിക്കുന്നത്. ദെൻ ഇനി വരുന്നത് MPP അൽഗോരിതം ഓർ MPP ഒബ്സർവേഷൻസ് ആണ്. അപ്പൊ അതിൽ 5 സ്റ്റെപ്സ് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഫിഗർ വരച്ചു വെക്കുക. The MPP bounded by a simply connected cellular complex is not self-intersecting. ഇതിലെ കോൺവെക്സ് വെർട്ടെക്സ് വൈറ്റ് ഡോട്ട് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അതാണ് W വെർട്ടെക്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ കോൺകേവ് വെർട്ടെക്സ് ബ്ലാക്ക് ഡോട്ട് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് B വെർട്ടെക്സ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, തെറ്റിപ്പോകണ്ട. Every convex vertex of the MPP is an W vertex, but not every W vertex of an boundary is an vertex of the MPP. അല്ലേ? അതേപോലെ തന്നെ കോൺകേവ് വെർട്ടെക്സിന്റെ കേസും every mirrored concave vertex of the MPP is an B vertex. പക്ഷെ എല്ലാ ബൗണ്ടറിയിൽ വരുന്ന എല്ലാ B vertex എന്ന് പറയുന്നതും MPP യിലെ vertex ആവോ? ഇല്ല. ഇനി all B vertices are on or outside the MPP അല്ലെ, അതായത് മിറേർഡ് കോൺകേവ് വെർട്ടെക്സ് എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ഓഫ് ദി MPP. ഫിഗറിൽ നമ്മൾ നേരത്തെ കണ്ടല്ലോ അല്ലെ, അങ്ങനെയല്ലേ ഷേപ്പ് ഫോം ചെയ്യുന്നത്. ആൻഡ് all W vertices are on or inside the MPP അല്ലെ, അതിന്റെ ആ ഒരു കോൺവെക്സ് വെർട്ടിസസിന് യാതൊരു ചേഞ്ചും സംഭവിച്ചിട്ടില്ല, കോൺകേവിനാണ് ചേഞ്ച് സംഭവിച്ചത്. അതാണ് പറയുന്നത് ഔട്ട്സൈഡും ഇൻസൈഡിന്റെ കേസ് പറയുന്നത്. ഇനി the uppermost leftmost vertex in a sequence of vertices contained in a cellular complex is always എന്തായിരിക്കും W vertex of the MPP. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിച്ചു വെക്കാം, എളുപ്പമാണ്, ഈ ഫിഗറും വരച്ചു വെക്കാം. ഓക്കെ, ഇനി വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതായത് ഒരു ഒബ്ജക്ട് ബൗണ്ടറി അതിനെ ഗ്രിഡിലേക്ക് എൻക്ലോസ് ചെയ്തു, അതുപോലെ തന്നെ അതിനെ ട്രാവേഴ്സ് ചെയ്തു, അതിന്റെ വേർട്ടിസസ് അല്ലെ കോൺകേവ് കോൺവെക്സ് എല്ലാം എൻകൗണ്ടർ ചെയ്തു അല്ലെ, ആ ഒരു ഷേപ്പ് കിട്ടി. ആ പോളിഗൺ വേർട്ടിസസ് ഇന്നർ വാൾ ഔട്ടർ വാൾ അതിന്റെ കോർണേഴ്സിലായിട്ടാണ് വരുന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ MPP അൽഗോരിതം ഇതൊക്കെ നമ്മൾ നോക്കി അല്ലെ, ഇതെല്ലാം ഇനി ഫോർമലി പ്രൂവ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇത്തിരി ഒന്ന് ശ്രദ്ധിക്കേണ്ട ഏരിയ ആണ്, ഇത് കാണുമ്പോൾ പഠിക്കേണ്ടെന്ന് വെച്ചിട്ട് ഇട്ടിട്ട് പോവരുത്, എളുപ്പമാണ് ശരിക്കും, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Useful, the orientation of triplets of points A equal to x1 y1, B equal to x2 y2, C equal to x3 y3. ഇനി ഇവിടെ determinant of A കാൽക്കുലേറ്റ് ചെയ്യാണ്. Determinant of A greater than 0, equal to 0, less than 0, 3 കണ്ടീഷൻ ആണ് വരുന്നത്. Determinant of A greater than 0 ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ABC is an counter clockwise sequence. ഇനി determinant of A equal to 0 ആണെങ്കിലോ A, B, C are collinear. Determinant of A less than 0 ആണെങ്കിൽ A, B, C is an clockwise sequence. Okay,
അതിന്റെ കൺവീനിയന്റ് നൊട്ടേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. Then SGN of ABC. SGN അറിയാലോ സൈൻ ഫംഗ്ഷൻ. SGN ABC greater than 0 indicates that point C lies on the positive side of the line passing from AB. ഇനി SGN ABC less than 0 indicate that point C lies on the negative side of the line passing from AB. ഇപ്പോൾ വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ SGN ABC equal to SGN CAB because the direction of traversal is the same. However, the geometrical interpretation is different. For example, sin CAB greater than 0 എന്ന് വിചാരിക്കുക. Indicate that point B lies on negative side of the line passing from CA. Okay. Okay. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് എ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഏത് ഡിറക്ഷനിലാണ്, അതായത് ട്രാവേഴ്സിങ് എങ്ങനെയാണെന്നുള്ളത് നോക്കി. രണ്ടാമത്തെ കാര്യം എങ്ങനെയാണ്, അതായത് ഡാറ്റ പ്രിപ്പറേഷൻ ഫോർ MPP അൽഗോരിതം. അതായത് ഈ വെർട്ടെക്സ് അല്ലെ, കോൺവെക്സ്, കോൺകേവ് അതൊക്കെ ലിസ്റ്റ് ചെയ്യണം അല്ലെ, ലിസ്റ്റ് ചെയ്യണം, ലേബൽ ചെയ്യണം. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ വരുന്നത്. ഫോം a list whose rows are the coordinates of each vertex and whether that vertex is W or B. അല്ലേ, concave or convex. ഇനി the concave vertices must be mirrored. The vertices must be in sequential order. And the first uppermost leftmost vertex അതാണ് VO. അതെന്തായിരിക്കും? W vertex ആണ് അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. There is a white crawler WC and black crawler BC. The WC crawls along the convex W vertices and the BC crawls along the mirrored concave B vertices. MPP algorithm ഇനി നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നത് ഇനീഷ്യലൈസേഷൻ ആണ്. WC equal to BC equal to V0. VL എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വെർട്ടെക്സ് എക്സാമിൻഡ്, VK എന്ന് പറഞ്ഞാൽ കറന്റ് വെർട്ടെക്സ് ബീങ് എക്സാമിൻഡ്. ഇതിൽ 3 കണ്ടീഷൻസ് ആണ് വരുന്നത്. അപ്പോൾ സൈൻ ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ 3 കണ്ടീഷൻസ് വരുന്നത്. അതായത് ഏത് കണ്ടീഷനിലേക്കാണ് പോകേണ്ടതെന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ സൈൻ ഫംഗ്ഷൻ VL WC VK, അപ്പോൾ അത് ഇവാലുവേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അതാണ് കണ്ടീഷൻ A എന്ന് പറഞ്ഞാൽ. ഓക്കെ, സൈൻ ഫംഗ്ഷൻ VL WC VK ഗ്രേറ്റർ ദാൻ 0 ഓർ VK lies to the positive side of the line through VL WC. അങ്ങനെയാണെങ്കിൽ next MPP എന്ന് പറയുന്നത് ഏതാണ്? WC. Okay, the next MPP vertex is WC. Then VL equal to WC. Continue with the next vertex after VL. അപ്പോൾ ഇതിന്റെ എക്സാമ്പിൾ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. ആ എക്സാമ്പിൾ എന്തായാലും നോക്കി വെക്കണം. ടെക്സ്റ്റ് ഉള്ള സെയിം എക്സാമ്പിൾ ആണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഇനി കണ്ടീഷൻ ബി. കണ്ടീഷൻ ബിയിൽ ഇപ്പോൾ സൈൻ ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ n ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ n ഈക്വൽ ടു 0 വരുന്നു. ആ കേസാണിത് കണ്ടീഷൻ ബി എന്ന് പറയുമ്പോൾ. SGN VL WC VK ലെസ് ദാൻ n ഈക്വൽ ടു 0 ആൻഡ് സൈൻ ഫംഗ്ഷൻ VL BC VK ഗ്രേറ്റർ ദാൻ n ഈക്വൽ ടു 0. അങ്ങനെ വരുമ്പോൾ അപ്പൊ നേരത്തെ എന്താ ചെയ്യാഞ്ഞ്, ഇവിടെ 2 കാറ്റഗറി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ എന്തായിരുന്നു? കാരണം എന്താ, ആ ഫസ്റ്റ് സൈൻ ഫംഗ്ഷൻ വാല്യുവേറ്റ് ചെയ്താൽ തന്നെ ഗ്രേറ്റർ ദാൻ 0 ആയി അല്ലേ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തേല് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും വരുന്നുണ്ടാവുക. അതുകൊണ്ടാണ് രണ്ടാമത്തെ ആ ഒരു ഇതും കൂടെ ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, അപ്പൊ ഈ കണ്ടീഷൻ ബിയിൽ എന്താ സംഭവിക്കുന്നത്, ഇങ്ങനെയാണ് വരുന്നത് വെച്ചാൽ VK becomes a candidate MPP vertex. If VK is an convex, then WC equal to VK അല്ലെങ്കിൽ BC equal to VK. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ എക്സാമിന് ചിലപ്പോൾ എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും, അങ്ങനെയും ചോദിക്കാം, പ്രോബ്ലം ആയിട്ട് ചോദിക്കാം. അപ്പോൾ അതിൽ ഇപ്പോൾ വെർട്ടെക്സ് കോൺവെക്സ് ആണോ കോൺകേവ് ആണെന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കോൺവെക്സ് ആണ് ആ ഒരു പർട്ടിക്കുലർ കോർഡിനേറ്റ് വാല്യൂ എന്ന് പറയുന്നത് കോൺവെക്സ് ആണെങ്കിൽ എന്ത് വരും, WC എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ കോർഡിനേറ്റ് വാല്യൂ ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ BC ഈക്വൽ ടു ആ കോർഡിനേറ്റ് വാല്യൂ വരും. അപ്പോൾ എക്സാമ്പിൾ വരുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട്, അപ്പോൾ അത് നോക്കാം. Then continue with the next vertex in the list. ഇനി അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സൈൻ ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ
VLWC VK less than and equal to 0 and sin function VLBC VK less than 0. അങ്ങനെ വരുമ്പോൾ BC become a candidate MPP vertex, VL equal to BC. പിന്നെ എന്ത് സംഭവിച്ചു? Reinitialize the algorithm by setting WC equal to BC equal to VL. Continue with the next vertex in the list. ഇങ്ങനെയാണ് 3 കണ്ടീഷൻ വരുന്നത്, A, B, C എന്ന് പറഞ്ഞിട്ട്. ഇനി നമുക്ക് അതിന്റെ എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ടുപോകുമ്പോൾ അറിയാം കുറച്ച് ഇത്തിരി ഒരു ബോറടിക്കുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. പക്ഷെ ആ ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പക്ക ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇതാണ് എക്സാമ്പിൾ വരുന്നത്, ഫിഗർ 11.7c. ഇതിൽ assuming that the grid division are unity, the first few rows of the vertex list are V0 to V7 കൊടുത്തിട്ടുണ്ട്. കോർഡിനേറ്റ്സ് 1 4 2 3 3 3 3 2 അങ്ങനെയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ WB എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായല്ലോ, കോൺവെക്സ് കോൺകേവ് വെർട്ടെക്സിന്റെ വൈറ്റ് ഡോട്ടും ബ്ലാക്ക് ഡോട്ടും. ഓക്കെ, ആ ഒരു ലിസ്റ്റിലെ ഫസ്റ്റ് എലിമെന്റ് തന്നെയാണ് ഫസ്റ്റ് MPP എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? MPP അൽഗോരിതത്തിൽ ഇനീഷ്യലൈസേഷൻ ആണ്. അപ്പോൾ WC ഈക്വൽ ടു BC ഈക്വൽ ടു V0 ഈക്വൽ ടു VL ഈക്വൽ ടു 1 4. ഇനി അടുത്ത വെർട്ടെക്സ് എന്ന് പറയുന്നത് V1 ഈക്വൽ ടു 2 3 അല്ലെ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? സൈൻ ഫംഗ്ഷൻ വാല്യുവേറ്റ് ചെയ്യേണ്ടത്. സൈൻ ഫംഗ്ഷന്റെ കിട്ടുന്ന ആ ഒരു റിസൾട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഏത് കണ്ടീഷൻ, അതായത് നേരത്തെ നമ്മൾ അൽഗോരിതത്തിൽ 3 സ്റ്റെപ്പ് ആയിട്ടാണ് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പോൾ ആ ഒരു വാല്യൂനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഏത് കണ്ടീഷനിലേക്കാണ് പോകേണ്ടതെന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ SGN VL WC V1 ഈക്വൽ ടു 0 ആണ് കിട്ടിയത്. ദെൻ SGN VL BC V1 എന്ന് പറയുന്നത് 0 ആണ് കിട്ടിയത്. അപ്പോൾ ഗ്രേറ്റർ ദാൻ n ഈക്വൽ ടു 0 ലെസ് ദാൻ n ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഏതാ കണ്ടീഷൻ? കണ്ടീഷൻ B ആണ്, രണ്ടാമത്തെ കേസാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വെർട്ടെക്സ് V1 എന്ന് പറഞ്ഞാൽ V1 എന്താണ്? അതായത് കോൺകേവ് വെർട്ടെക്സ് ആണ്. ഓക്കെ, അപ്പോൾ കോൺകേവ് വെർട്ടെക്സ് ആയതുകൊണ്ട് തന്നെ എന്ത് വരും? BC ഈക്വൽ ടു V1 ഈക്വൽ ടു 2 3. അപ്പോൾ V1 അതായത് ഈ ക്വസ്റ്റ്യനിൽ തന്നെ എക്സാമ്പിളിൽ തന്നെ ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ, ഏത് വെർട്ടെക്സ് കോൺകേവ് ആണോ കോൺവെക്സ് ആണോ തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ അസൈൻ ചെയ്യുന്നത് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ WCക്ക് യാതൊരു മാറ്റം ഉണ്ടാവുന്നില്ല. ഇനി crawler WC at 1 4, crawler BC is at 2 3 and VL is still at 1 4 because no new MPP vertex was formed. രണ്ടാമത്തെ കേസ് എങ്ങനെയാണ്? രണ്ടാമത്തെ വെർട്ടെക്സ് V2 എടുത്തു. ഇവിടെ V2 എന്ന് പറയുന്നത് എന്താ? കോൺവെക്സ് വെർട്ടെക്സ് W വെർട്ടെക്സ് ആണ് തന്നിട്ടുണ്ട് നമുക്ക് അല്ലെ എക്സാമ്പിളിൽ. അപ്പോൾ V2 ഈക്വൽ ടു 3 3 ആണ്. അപ്പോൾ ഇതുപോലെ തന്നെ സൈൻ ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ VL WC V2 0, then SGN VL BC V2 1 കിട്ടി. അപ്പോഴും കണ്ടീഷൻ B അല്ലെ, കണ്ടീഷൻ ബിയിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പം ഇവിടെ V2 എന്ന് പറയുന്നത് W വെർട്ടെക്സ് കോൺവെക്സ് വെർട്ടെക്സ് ആയതുകൊണ്ട് എന്ത് സംഭവിക്കും? WC ഈക്വൽ ടു V2 ഈക്വൽ ടു 3 3. അവിടെ രണ്ടും സെയിം കണ്ടീഷൻ തന്നെയാണ്, B കണ്ടീഷൻ തന്നെയാണ്. പക്ഷെ ആ എടുത്തിരിക്കുന്ന വെർട്ടെക്സ് എന്ന് പറയുന്നത് V1 എന്തായിരുന്നു? കോൺകേവ് ആയിരുന്നു. അതുകൊണ്ടാണ് BC ഈക്വൽ ടു V1 ആയത്. ഇവിടെ V2 എന്ന് പറയുന്നത് എന്താ? കോൺവെക്സ് ആണ്. അതുകൊണ്ട് WC ഈക്വൽ ടു V2 ആയി മാറി. ഓക്കെ, at this stage the crawlers are at WC equal to 3 3, BC equal to 2 3, VL remains unchanged. ഇനി അടുത്ത വെർട്ടെക്സ് V3 ആണ്. V3 3 2. സൈൻ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ -2ഉം 0 ആണ് കിട്ടിയത്. അപ്പോൾ ലെസ് ദാൻ n ഈക്വൽ ടു 0 കണ്ടീഷൻ വരുമ്പോൾ എന്താ? ഇതും കണ്ടീഷൻ B തന്നെയാണ് വരുന്നത്. ഇവിടെ V3 എന്ന് പറഞ്ഞാൽ B വെർട്ടെക്സ് ആണ്. ഓക്കെ, അപ്പോൾ B വെർട്ടെക്സ് ആവുമ്പോൾ എന്താ സംഭവിക്കുക? ബ്ലാക്ക് ക്രോളർ BC ഈക്വൽ ടു V3, അതായത് BC ഈക്വൽ ടു 3 2 ആവും അല്ലെ. ദെൻ ക്രോളർ WC remains unchanged. ഓക്കെ, ഇനി അടുത്ത വെർട്ടെക്സ് V4 ആണ്, 4 1. അപ്പോൾ സൈൻ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ -3 അതുപോലെ തന്നെ 0 ആണ് കിട്ടിയത്. അപ്പോഴും കണ്ടീഷൻ എന്താ? കണ്ടീഷൻ B ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ V4 എന്ന് പറയുന്നത് എന്താ? അതായത് വൈഡ് വെർട്ടെക്സ് ആണ്. വൈഡ് വെർട്ടെക്സ് വരുമ്പോൾ വൈഡ് ക്രോളർ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുക? WC ഈക്വൽ ടു 4 1 വരും അല്ലെ. ദെൻ ബ്ലാക്ക് ക്രോളർ BC remains at 3 2 and VL is still back at 1 4. ഓക്കെ,
ഇനി അടുത്ത വെർട്ടെക്സ് എന്ന് പറയുന്നത് v5 ആണ്, 7 1 ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ സൈൻ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എങ്ങനെയാണ് വന്നത്? അതായത് VLWC v5 എന്ന് പറയുന്നത് 9 ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ 9 കിട്ടുമ്പോൾ കണ്ടീഷൻ എന്തായി? അതായത് ഗ്രേറ്റർ ദാൻ 0. ഗ്രേറ്റർ ഇതുവരെയുള്ള കേസ് എങ്ങനെയായിരുന്നു? ലെസ് ദാൻ ആൻഡ് ഈക്വൽ ടു 0ന്റെ കേസാണ് ഇതുവരെയൊക്കെ പറഞ്ഞു പോയത് അല്ലെ? ഇനി ഗ്രേറ്റർ ദാൻ 0 വരുമ്പോൾ അപ്പോൾ ഇവിടെ എന്താ? കണ്ടീഷൻ എ ആണ് വരുന്നത്. അപ്പോൾ കണ്ടീഷൻ എ വരുമ്പോൾ എന്ത് സംഭവിക്കാം? അതായത് VL equal to WC equal to 4 1 because a new MPP vertex was found. Okay, we reinitialize the algorithm by setting WC equal to BC equal to VL and start again with the new vertex being the vertex after the newly found VL. The next vertex is അടുത്ത vertex ഏതാണ്? V5 അല്ലേ? The next vertex is V5, so we visit it again. With V5, 7 1 and the new value of VL, WC and VC, we obtain sin function VL, VC, V5 equal to 0. അതുപോലെ sin function VL, BC, V5 equal to 0. അപ്പോൾ രണ്ടും 0 ആയപ്പോൾ എന്താ? കണ്ടീഷൻ B ആയി. അപ്പോൾ WC equal to V5 equal to 7 1. എന്താണ് വീണ്ടും V5 വീണ്ടും സ്റ്റാർട്ട് ചെയ്തെന്നുള്ളത് മനസ്സിലായില്ലേ? കാരണം ആ കണ്ടീഷൻ A ആയപ്പോൾ അവിടുത്തെ പുതിയ MPP എന്ന് പറയുന്നത് V5 ആയി. അതുകൊണ്ടാണ് വീണ്ടും V5ൽ തന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഇനി അടുത്ത വെർട്ടെക്സ് എന്ന് പറയുമ്പോൾ V6 ആണ്, 8 ആണ്. സൈൻ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അതായത് ഇവിടെ 3 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗ്രേറ്റർ ദാൻ 0 വരുമ്പോൾ എന്ത് സംഭവിക്കുക? അതായത് കണ്ടീഷൻ A തന്നെയാണ് വരിക. Thus we let VL equal to WC equal to 7 1 and reinitialize the algorithm by setting WC equal to BC equal to VL. അല്ലെ, പുതിയ MPP എന്ന് പറയുന്നത് V6 ആയപ്പോൾ വീണ്ടും V6 തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ ഇങ്ങനെയാണ് ആ ഒരു അൽഗോരിതം ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, because of the reinitialization at 7 1, the next vertex considered is again എവിടേക്ക് പോവും? V6 തന്നെ അല്ലെ, V6 തന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. Okay, continuing as above with this and the remaining vertices yield the MPP vertices in figure 11.7c. ആ ഒരു figure. Okay, as mentioned earlier, the mirrored B vertices at 2 3 and 3 2 and on the lower right side at 13 10 while being on the boundary of the MPP are collinear and therefore are not considered vertices of the MPP. Approximately, the algorithm did not detect them as such. Okay. Okay friends, അപ്പോൾ ഈ ഒരു ഏരിയ നന്നായിട്ട് ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു പോയിട്ടുണ്ട്. സിമ്പിൾ ആക്കി തന്നെയാണ് പറയാൻ നോക്കിയിട്ടുള്ളത്. പിന്നെ ശരിയാണ്, ഈ ഒരു ടോപ്പിക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കാണ്. പക്ഷെ ആ എക്സാമ്പിൾ എന്തായാലും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതുപോലെ അൽഗോരിതം ആ കണ്ടീഷൻസ് ഒക്കെ പഠിച്ചു വെക്കുക. സ്കിപ്പ് ചെയ്ത് കളയാനുള്ളതൊന്നും ഇല്ല. ഇത് ഇമ്പോർട്ടൻ്റ് ആയുള്ള ടോപ്പിക്കാണ്. ഒരു 12 മാർക്കാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു 12 മാർക്കിന് ചോദിക്കുമ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കിയപ്പോൾ മാക്സിമം മാർക്ക് വരെ 12 മാർക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അത്രയും മാർക്കിന് ചോദിക്കണമെങ്കിൽ അത്രയും എഴുതി വെക്കണ്ടേ? ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന ആ ഫിഗർ എക്സാമ്പിളൊക്കെ വരച്ചും വെക്കുക, അതുപോലെ അൽഗോരിതം ഒക്കെ എഴുതിയും വെക്കുക. ഓക്കെ, പറ്റുകയാണെങ്കിൽ ആ പറയുന്ന തന്നിട്ടുള്ള ഒരു എക്സാമ്പിൾ 1 2 വെർട്ടിസസിൻ്റെ എടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. ആ കോർഡിനേറ്റ്സിന് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞല്ലോ, അതൊന്ന് ചെയ്ത് നോക്കുക. 2 3 മതി, ആ കണ്ടീഷനായിട്ടൊന്ന് മാച്ച് ചെയ്ത് പോകാൻ വേണ്ടി മാത്രം. ഓക്കെ, അത്രേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.